ഷാജിയുടെ ടൈം ലൈനിൽ എൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. ജട്ടി ജിനുവും ഞാനും തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഒരു ഇതാണ് അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. എടി പൊട്ടപ്പി, ഞാനൊരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലേ, റീയൂസ്ഡ് കോണ്ടന്റ്, നിൻ്റെ ഫേസ് പോലും ഇല്ലാതെ അങ്ങനെ റീയൂസ്ഡ് കോണ്ടന്റ് എന്ന് പറഞ്ഞത് അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് റിപ്പോർട്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും ഷാജി ഹേറ്റേഴ്സിനോടും റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നിങ്ങളെല്ലാവരും പോയിട്ട് ആ വീഡിയോ റിപ്പോർട്ട് അടിക്കുക. റീയൂസ്ഡ് കോണ്ടന്റ് എന്നുള്ള രീതിയിൽ തന്നെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ അവിടുന്ന് ഹൈഡായി പോകുമെന്ന് മാത്രമല്ല, അവർക്ക് ഒരു കമ്മ്യൂണിറ്റി സ്ട്രൈക്കും കിട്ടും എന്നുള്ള വിവരം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഓഫ് കോഴ്സ് മാസക്കണക്കിന് എന്നെ എടുത്ത് വെച്ച് അനാവശ്യമായി, അതായത് തെറ്റായ കാര്യങ്ങൾ, എനിക്ക് ഒരേക്കർ വസ്തു കൊണ്ടു, ആ വസ്തു എൻ്റെതല്ല, ഞാൻ തട്ടിപ്പറിച്ചെടുത്തതാണ്, എൻ്റെ ഭർത്താവ് എൻ്റെ കൈകാല് തല്ലി ഓടിച്ചു, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയി, എൻ്റെ ഭർത്താവ് എൻ്റെ അനിയത്തിയുടെ കൂടെ പോയി എന്ന് തുടങ്ങി ഇല്ലാത്ത കഥകളൊക്കെ തന്നെ പ്രചരിപ്പിച്ച് ഒരു പറ്റം ആൾക്കാർ അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്നെ ആക്രമിച്ചപ്പോൾ ഉണ്ടായ വീഡിയോ ആണ് അത്. തിരിച്ച് ഞാൻ മറുപടി കൊടുത്താൻ കേസ് കൊടുത്തിരുന്നു. കളക്ടർ നേരിട്ട് പോയി കണ്ടു, കരഞ്ഞി കാല് പിടിച്ചിട്ടാണ് ആ സ്ത്രീ ഇങ്ങനൊരു കേസ് എടുക്കാൻ വന്നത്. കേസ് കൊടുത്തിട്ട് പോലും ഇത് നിർത്താതെ കണ്ടിന്യൂസ്ലി കുറേ പെണ്ണുങ്ങളും ഈ പറയുന്ന ജട്ടി ജിനുവും കൂടെ ചേർന്ന് നിരന്തരം എനിക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ യുക്തിവാദികൾക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇസ്ലാം വിഭാഗത്തിൽ നിന്ന് വളരെ വലിയൊരു ഹേറ്റ് എനിക്കുണ്ടായിരുന്നു. അവരും കൂടെ ചേർന്നിട്ടാണ് ജട്ടി ജിനുവിനെ വളർത്തിയത്. 2K സബ് മാത്രമുണ്ടായിരുന്ന അയാൾക്ക് എന്നെ തെറി പറഞ്ഞതിൽ കൂടെ 100Kയിലേക്ക് റീച്ച് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ വസ്തുതകളൊക്കെ തന്നെ ഞാൻ റിപ്പീറ്റല്ലി ഒരു 100 പ്രാവശ്യം ആവർത്തിച്ച് എൻ്റെ വീഡിയോ കൂടെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പം അത് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പലരും വന്ന് ചോദിക്കുന്നു, കമൻസിൽ ചോദിക്കുന്നു, വീഡിയോ ഇട്ടപ്പോഴും ലൈവ് ഇട്ടപ്പോഴും ഒക്കെ ഒന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇവിടെ ഇടുന്നത്. ആക്ച്വലി നിരന്തരമായിരുന്നു തെറിത്താത്ത എന്നും വേറും ചീത്തവിളിയായിരുന്നു അയാളുടെ സ്ഥിര പരിപാടി. ആദ്യത്തെ കേസ് അത് വലിയൊരു അക്സെപ്റ്റൻസ് ഇല്ലാതെ FIR ഇട്ട കേസ് പോലും അവൻ പൈസ കൊടുത്തും വാസ്തവ കൊടുത്തും അത് ഒതുക്കിയാണ് തീർത്തത്. അതിൻ്റെ കാരണം തെളിവില്ലായിരുന്നു. തെറിത്താത്ത എന്നാണ് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഷെഫീന ബീവി എന്ന് പറയാറില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കേസ് നിലനിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കോടതിയിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ഷെഫീന ബീവി എന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ CIയും ഇവനും തമ്മിൽ നല്ല ഈ പാർട്ടി ബന്ധങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് നല്ല പാർട്ടി ബന്ധങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും അവിടെ ചെല്ലുന്നത്. എന്നെ ഒപ്പം തന്നെ മറ്റൊരു പെൺകുട്ടി വന്നിരുന്നു. അവളെയും ഇവൻ ഇതുപോലെ റിപ്പീറ്റഡ്ലി പറയാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ സ്ത്രീ വിരുദ്ധത പറയുന്ന ഒരു ചാനലാണ് അയാളുടെ ചാനൽ. അപ്പോൾ ആ പെൺകുട്ടിക്ക് സംസാരിക്കാനുള്ളത് പിന്നെ ആ പെൺകുട്ടിയെ കൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അവരുടെ വീട്ടിൽ പോയിട്ടില്ല, പുറത്ത് നിൽക്കുന്ന സമയത്താണ് അവനും അവൻ്റെ അമ്മയും അച്ഛനും കൂടെ ഇറങ്ങി വന്നിട്ട് പച്ചത്തെറി എന്നെ വിളിക്കാൻ തുടങ്ങിയത്, എന്നെ ഉപദ്രവിച്ചിട്ടുള്ളത്. അതുക തന്നെയാണ് ഞാൻ കൊണ്ടുപോയി രണ്ടാമതൊരു കേസ് കൊടുത്തത്. ആ കേസ് കോടതിയിൽ നിൽക്കുകയാണ്, അത് നിലനിൽക്കുകയും ചെയ്യും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതിനകത്ത് ഇവൻ എന്നെ തെറിത്താത്ത എന്ന് വിളിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആദ്യത്തെ കേസും എനിക്ക് റീയൂസ്ഡ്, അതായത് റീ ഓപ്പൺ ചെയ്യാൻ പറ്റും. കാരണം തെറിത്താത്ത എന്ന് വിളിച്ചുകൊണ്ട് ഒരു 80-90 എപ്പിസോഡ് അവൻ എനിക്കെതിരെ ചെയ്തിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഈ ഒരൊറ്റ സംഗതി കൊണ്ട് തന്നെ ഈ എൻ്റെ പേര് തെറിത്താത്ത എന്ന് ആരുപയോഗിച്ചാലും അത് ഷെഫീന ബീവി ആണ് എന്ന് എനിക്ക് കോടതിയെ ബോധിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻസിഡൻ്റാണ് അത്. അതുകൊണ്ടാണ് അത് ഞാൻ റിപ്പോർട്ട് ചെയ്യാനോ അത് ക്ലോസ് ചെയ്യാനോ ശ്രമിക്കാതിരുന്നത്. എനിക്കതൊരു ഗെയിൻഫുൾ ആക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് കൃത്യമായി കാണുന്നവർക്ക് മനസ്സിലാവും. ഷെഫീന ഒരാൾക്കിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിൽ കയറി കൊടുക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടെയാണ് ആ വീഡിയോ. അതിനകത്ത് പറയുന്ന ബാഡ് വേർഡ്സ്, ഇങ്ങോട്ട് നല്ല ഗായത്രി മന്ത്രം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഗായത്രി മന്ത്രം തന്നെ തിരിച്ചു കൊടുക്കും. ഇങ്ങോട്ട് എന്താണോ അത് തന്നെ അങ്ങോട്ടും കൊടുക്കും. ഷാജി വിഷയത്തിൽ ഷാജിദ ഇതിനേക്കാൾ വൾഗാരിറ്റി ഫേസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ബിക്കോസ് ഞാൻ ആ ട്രാക്കിലേക്കാണ് ഇറങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ആൻഡ് കമ്മിങ് ഡേയ്സിൽ പിന്നെ അതിനെ തുടർന്ന് എനിക്കെതിരെ ഇതേപോലെ പറയുന്നവരെ ഞാൻ ഒരുപാട് പേരെയൊന്നും ഓടിച്ചിട്ട് പിടിക്കാറില്ല. ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരാളെ ഓൺസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അവർക്ക് ഇതിനേക്കാൾ വൾഗറായ സംഗതി ഞാൻ കൊടുക്കും. നെറ്റിയടി കൊടുത്ത് അവിടെ വീഴ്ത്താറാണ് എൻ്റെ സ്ഥിര പരിപാടി. അല്ലാതെ ഞാൻ പോയി ക്ഷമ പറയുകയോ അടി വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വരികയോ പരിപാടി എനിക്കില്ല. കൊടുത്താൽ കൊടുത്ത കണക്ക് കൊടുക്കും, ഒന്നൊന്നര കൊടുപ്പ് അങ്ങോട്ട് കൊടുക്കും എന്നുള്ളതിൽ തർക്കമേ വേണ്ട. ഇതൊക്കെ നല്ല തെളിവുകളാണ്. എനിക്ക് വേണ്ടി ആ തെളിവ് അവിടെ കൊണ്ടിട്ടതിന് അവളോട് ഞാൻ നന്ദി പറയുന്നു, സ്മരണ പറയുന്നു. നീ അത് കാണുമ്പോൾ നീ മണ്ടത്തി ആയതുകൊണ്ടാണ് നിനക്കത് മനസ്സിലാകാത്തത്. ആ സിറ്റുവേഷൻ മനസ്സിലാക്കുക. അത് ഏതാ സ്ഥലം, അവൻ്റെ നാടാണ്. അത് ഏതാണ്ട് റൗഡി ഏരിയയാണ്. അത്യാവശ്യം നിങ്ങൾക്ക് അറിയാലോ, ഈ കടക്കൽ ഭാഗം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വെകിളി പിടിച്ച ആണുങ്ങളുടെ ഒരു ഏരിയയാണ്. അവിടെ പോയി അവൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് പോയി
അത് ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ ലവലേശം ഭയമില്ലാതെ നിന്റെ വീട്ടുമുറ്റത്തേക്കും എൻ്റെ വണ്ടി വന്ന് നിൽക്കും. ഇവൻ കുറേ സർക്കസ് അതിനകത്ത് കാണിച്ചു. വണ്ടിയുടെ ടയറിൻ്റെ കാറ്റഴിച്ച് വിടാൻ നോക്കുന്നുണ്ട്, ഗ്ലാസ് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്, എന്നെ തല്ലാൻ കയറുന്നുണ്ട്, അങ്ങനെ എല്ലാ സർക്കസും ഒക്കെ കാണിച്ചു. ഇതൊക്കെ എനിക്ക് ഗെയിനായ കാര്യങ്ങളാണ്. ബിക്കോസ് എനിക്കിതൊക്കെ തെളിവായിട്ട് ഉപയോഗിക്കാൻ പറ്റുവാണ്. തനിച്ച് തന്നെ പോയി ഫേസ് ചെയ്യാൻ തൻ്റെ ഇടമുള്ള സ്ത്രീയാണ് ഷെഫീന എന്ന് ഷെഫീന അവിടെ ചെക്ക് ചെയ്തിട്ട് വന്നിട്ടാണ് ഉള്ളത്. പിന്നെ ഫയൽവാൻ ജയിച്ചേ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം, ഒന്ന് ഓർത്തോണം, 1-2 പേരല്ല, ഇപ്പുറത്ത് ഒരു പറ്റം സ്ത്രീകളാണ്. അതിൻ്റെ ഒരു ചെറിയ വിഷ്വൽ ഞാൻ എൻ്റെ ടൈം ലൈനിൽ ഇട്ടിട്ടുണ്ട്. ഒരു ഇതായിട്ട് വേണമെങ്കിൽ ഞാൻ അതിവിടെയും കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാം. എൻ്റെ മകനെയും എന്നെയും ചേർത്ത് വളരെ മോശമായി ലേഡീസ് ഓൺ എ മിഷൻ എന്ന രീതിയിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി അതിൽ പക്കാവരാതമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. കുറേ പെണ്ണുങ്ങളാണിത്, ഓർത്തോണം. കുറേ സ്ത്രീകൾ മാത്രമുള്ളൊരു കൂട്ടായ്മ, അതിനകത്ത് നിരന്തരം ഇത് തന്നെയാണ് പറച്ചിൽ. എന്നെയും എൻ്റെ മകനെയുമാണ് പറയുന്നത്. ഞങ്ങൾ അത്രത്തോളം തനിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. ഞാൻ സിംഗിൾ പേരൻ്റാണ്. കുട്ടികൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബത്തിൽ നിന്നൊക്കെ മാറി കുറച്ച് ദൂരോട്ട് മാറി നിൽക്കുന്നത്. മാത്രവുമല്ല, എഡ്യൂക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തന്നെ പോകും. ഇനിയിപ്പോൾ അല്ല എങ്കിൽ പോലും തന്നെ ഞാൻ ആരുമായിട്ട് ഒരു പിണക്കോ ഒരു പ്രശ്നമോ ഉള്ളവളല്ല. സേഫ് ആൻഡ് സെക്യൂറായി ജീവിതം നയിക്കുന്നവളാണ്. പക്ഷെ അത് സഹിക്കാൻ പറ്റാത്ത ചില കുൽസിത കുഷ്മാണ്ടികൾ ചെയ്യുന്ന പരിപാടിയാണിത്. ഇതിൻ്റെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് ഫിജോയാണ്. ഫിജോ എന്ന് പറയുന്ന നാടറിയുന്ന ഏറ്റുമാനൂർ സ്വദേശി എന്ന് സ്വയം അവകാശപ്പെടുന്ന ആലപ്പുഴക്കാരി ബോട്ടുവെടി എന്നറിയപ്പെടുന്ന ഫിജോ ജോസഫാണ്. കാരണം നിങ്ങൾക്കിത് ഇത്രയും പറഞ്ഞു തരുന്നതിൻ്റെ കാരണം അതൊന്നും, നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. 69ഓളം കേസിലെ പ്രതിയായ ഈ സ്ത്രീ സ്ഥിരമായ തട്ടിപ്പ് വെട്ടിപ്പ് നടത്തുന്ന ഒരു സ്ത്രീയാണ്. അവരാണ് ചുക്കാൻ പിടിക്കുന്നത്. അതിൻ്റെ കാരണം ഇവർ പൊതുസമ്മതി, അതായത് ജനസമ്മതി നേടിയിരിക്കുന്ന ഭയങ്കര സംരക്ഷകയാണെന്നും മാധ്യമ പ്രവർത്തകയാണെന്നും സോഷ്യൽ വർക്കറാണെന്നും ഒക്കെ ഉള്ള രീതിയിലാണ്. പക്ഷേ റിയാലിറ്റി എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേയധികം വിശദീകരണ വീഡിയോകൾ എൻ്റെ ടൈം ലൈനിൽ തന്നെയുണ്ട്, നിങ്ങൾക്കത് കാണാം. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം അടിച്ചു മാറ്റി ആ പൈസ തിരിച്ചു ചോദിച്ചതിൻ്റെ ദേഷ്യത്തിലാണ് അവർ എന്നെ പിന്തുടർന്ന് ആക്രമിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാം. ഓരോ വ്യക്തികളെയും പിന്തുടർന്ന് ആക്രമിക്കുകയും അവരുടെ ജീവിതങ്ങൾ നശിപ്പിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ സൈക്കോയാണ് ആ സ്ത്രീ. ആ സൈക്കോയുടെ കൂടെ കൂടിയ ജട്ടി ജിനുവിന് ഇഷ്ടമാതിരി ഞാൻ കൊടുത്തിട്ടുമുണ്ട്. കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട തലത്തിൽ തന്നെ ഞാൻ കൊടുത്തിട്ട് നിൽക്കുന്ന വ്യക്തിയുമാണ്. ആൻഡ് ദാറ്റ്സ് മൈ പോയിന്റ്. ഇത് കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലുള്ള എന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട പോലീസുകാരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം ഈ ഒരു വിഷയം എനിക്ക് പബ്ലിക്ക് പറയേണ്ട ഒരു ആവശ്യഘട്ടം വന്നതുകൊണ്ട് മാത്രമാണ്. കാരണം ഇയാൾ ഇത് ഇടുമ്പോൾ ഇത് മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോയി എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ എനിക്കിത് പറയേണ്ടി വരുന്നു. നിങ്ങൾക്ക് ഞാനൊരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു, ഈ വിഷയത്തിനെ പറ്റി കൂടുതൽ ചർച്ചയ്ക്ക് ഞാൻ എൻ്റെ ഇത് വേദിയാക്കത്തില്ലെന്ന്. പക്ഷേ ഇത് നിസ്സഹായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കുക. അത് ഞാൻ ഇവിടെ പറയുന്നു. പോലീസുകാരോട് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നത് അത് അവിടെ കിടക്കുക മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് കൊണ്ടുപോകാനുള്ള പെർമിഷൻ കൊടുക്കുകയും അവരെ കൊണ്ട് സ്ക്രൂ ചെയ്യിച്ച് എനിക്കെതിരെ ഇപ്പോഴും അവൻ നടത്തുന്ന ആ കുൽസിതം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാനുമാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്തായാലും ടാഗ് ലൈനിൽ കടയ്ക്കൽ പോലീസിനെയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇവൻ ഒരു കാലത്തും നന്നാവത്തില്ല. അവൻ നന്നാകും അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു രീതിയിലുള്ള ഒരു മോശവും ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിലും അവൻ അത് വീണ്ടും ചെയ്യുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടത്. സോ ഇതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ. ഷാജി വിചാരിച്ചെടുത്ത് ഈ വിഷയം തീരില്ല എന്നുള്ളത് ഞാനിവിടെ വീണ്ടും പറഞ്ഞു വയ്ക്കുന്നു. ഒരു വിഷയത്തിൽ ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ അങ്ങും ഇങ്ങും ഒക്കെ അന്വേഷിച്ച് മൊത്തം നല്ലതുപോലെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എത്ര വലിയ പുലിയാണെന്ന് പറഞ്ഞാലും മടയിൽ കയറി വെട്ടിയാണ് ശീലം. അതങ്ങനെ പാടുള്ളൂ. അപ്പോൾ ശരി, താങ്ക് യു.